പണ്ടൊരു ഗ്രാമത്തിൽ ഒരു അനാഥ കൗമാരക്കാരന് ചില ഗ്രാമവാസികൾ അവൻ്റെ ഉപജീവനം എന്നോണം 3-4 പശുക്കിടാക്കളെ കൊടുത്തു. എന്നാൽ ആ ഗ്രാമത്തിനൊരു ഭീഷണി ചെന്നായ്ക്കളുടെ ആക്രമണം. അതിനാൽ ഈ കൗമാരക്കാരന് തൻ്റെ പശുക്കിടാക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗ്രാമവാസികൾ ഇവന് ഒരു മണി കൊടുക്കുകയും ചെന്നായിയുടെ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ മണി അടിക്കുകയും ചെന്നായി വന്നു എന്ന് ബഹളം കൂട്ടുകയും ചെയ്യുമ്പോൾ ഗ്രാമവാസികൾ ചിലർ ഓടി വരികയും ഇവൻ്റെ പശുക്കിടാക്കളെ സംരക്ഷിക്കാനുള്ള രക്ഷ ഉണ്ടാക്കാം എന്ന ഒരു രീതിക്ക് ഇവന് ഗുണപാഠം കൊടുത്തു. എന്തായാലും ഇവൻ വളരെ മര്യാദയോടുകൂടി ആദ്യ ദിനങ്ങളിൽ അവൻ്റെ പശുക്കിടാക്കളെ മേയിച്ച് വന്നു. തുടർന്ന് വന്നപ്പോൾ അവന് ബോറ്. നേരം പോക്കിനായിട്ട് ഇവൻ എന്ത് ചെയ്തു? ചെന്നായി ഒന്ന് വന്നില്ലെങ്കിൽ പോലും മണിയടിക്കുകയും ചെന്നായി വന്നു എന്ന് ബഹളം കൂട്ടുകയും അങ്ങനെ ഗ്രാമവാസികളിൽ പലരും ഓടി വരികയും എന്നാൽ ഈ പയ്യൻ ഇവരെ കബളിപ്പിച്ചു എന്നറിയുമ്പോൾ വഴക്ക് പറഞ്ഞിട്ട് പോവുകയും ചെയ്യുന്ന പതിവ് പലതവണ ആവർത്തിക്കപ്പെട്ടു. തുടർന്നു ഒരു നാൾ ശരിക്കും ചെന്നായി വന്നപ്പോൾ ഇവൻ മണിയടിച്ച് ബഹളം വെച്ചപ്പോൾ ഗ്രാമവാസികളിൽ അവരെന്ത് വിചാരിച്ചു? ഇവൻ ഈ പയ്യൻ വെറുതെ കബളിപ്പിക്കുകയാണ് മനുഷ്യരെ. അവർ മൈൻഡ് ചെയ്തില്ല, ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഇവൻ്റെ പശുക്കിടാക്കളെയെല്ലാം ഈ ചെന്നായ്ക്കൾ കൊന്നൊടുക്കി. അപ്പോൾ ഈ കഥയിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ജീവിതത്തിലെല്ലാം കളിരസമല്ല. ജീവിതം നമുക്കൊരു തമാശയൊക്കെ ആണെങ്കിലും തമാശയായിട്ട് കാണേണ്ടത് തമാശയായിട്ട് കാണുകയും ഗൗരവമായിട്ട് കാണേണ്ടത് ഗൗരവമായി തന്നെ എടുക്കുകയും വേണം എന്ന ഗുണപാഠം. മറ്റുള്ളവരുടെ ആത്മാർത്ഥതയ്ക്ക് വില കൽപ്പിക്കുക. നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി. മറ്റുള്ള സമയത്തിനും വിലയുണ്ട്. അതുകൊണ്ട് കളിരസം നല്ലതാണെങ്കിലും ഗൗരവതയും കൂടി ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എല്ലാം കളിതമാശയല്ല എന്ന ഉപദേശമാണ് ഈ കഥയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും വിസ്ഡം ആൻഡ് മെഡിറ്റേഷൻ എന്ന നമ്മുടെ NP സ്കൂൾ ഓഫ് തോട്ട്സിലെ ഉക്കുലേലെ മെഡിറ്റേഷൻസ് അനുഭവിക്കൂ. ജീവിതം ധന്യമാക്കി തീർക്കൂ. ധ്യാനം, സംഗീതം, സുഗന്ധം, അറിവ്, ഇതാണ് നമ്മുടെ ഉക്കുലേലെ മെഡിറ്റേഷൻസ്. ഞാൻ അയത്തിലെ മെഡിട്രീന ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റാണ്. 9605743596 എൻ്റെ നമ്പർ. വിളിക്കുക, വരിക, സേവനം നേടുക. അതിനാൽ ഈ കളിപ്പയ്യൻ്റെ കളിരസം ഒക്കെ നല്ലതാണെങ്കിൽ പോലും ജീവിതത്തിൻ്റെ ഗൗരവത ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. മറ്റുള്ളവർക്ക് നിലയും വിലയും അവരുടെ സമയത്തിനും വിലയുണ്ട്. മര്യാദ കൊടുക്കുക, മര്യാദ സ്വീകരിക്കുക. അതാണ് ഈ കഥയുടെ പൊരുൾ.